എടുത്ത് ഒരു മിനിറ്റ് ഒറ്റ വീട്ടിൽ വരുവോ? ഒരു മിനിറ്റ് അങ്ങോട്ട്. കല്യാണ പരിപാടികളൊക്കെ ഇപ്പൊ ഉണ്ടോ? എന്റെ തൊഴിൽ തന്നെ അതല്ലയോ? എന്തോ ആർക്കാ വേണ്ടത്? എനിക്കാടാ വേണ്ടത്. അല്ല അതിന് ഇത്തിത്തായ അവളൊരു 5-6 മാസം കൊണ്ട് സുഖമില്ലാതെ കിടക്കുക. അപ്പൊ അവള് തന്നെ പറഞ്ഞ് എവിടെങ്കിലും ഒരെണ്ണം നോക്കാൻ. ഒരു വെങ്കത്തുണ്ട്, നല്ല അടക്കോ ഒതുക്കോ നല്ല ചന്ദനക്കുടം പോലുള്ളൊരു വെങ്ക. നോക്കട്ടെ, പക്ഷെ ഒന്നും കിട്ടത്തില്ല. അതൊന്നും നമുക്കിപ്പോ ആവശ്യമില്ലടാ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഒന്ന് റെഡിയായിട്ട് മുടിയേക്കുന്ന ടൈ ചെയ്തേക്കുന്ന സുന്ദര കുട്ടപ്പനാട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോയി ചെത്തി ഒരു പെണ്ണിനെ കണ്ടിട്ട് പോയിട്ട്. എങ്ങനെയുണ്ട്? പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ട? കള്ള ഞാൻ വിവരം അറിഞ്ഞിട്ടേ ഞാൻ വിളിക്കാട്ടാ. ഷാജിക്കോ, ഷാജിക്ക, ഇവിടെ ആരും ഇല്ല. ഇത്രയും വലിയ വീട് പണിന്ന് വെച്ചിട്ട് ബെല്ലും ഇല്ല. വിളിച്ചാ ഫോണിലും കിട്ടത്തില്ല. താണ്ടവില്ല. ഷാജിക്കില്ല? ഇല്ല. എന്തേ? ഞാൻ ഒരുപാട് നേരം കൊണ്ട് നടന്ന് വിളിക്കുക. മൊബൈല് കംപ്ലൈന്റ് ആയി, അത് ശരിയാക്കാൻ കൊണ്ടുപോകുന്നതാ. ഞാൻ ഒരുപാട് നേരം കൊണ്ട് അവിടെ കതവിലൊക്കെ കിടന്നടിക്കുക, ആരെയും കണ്ടതുമില്ല. എനിക്ക് തീരെ വയ്യായിരുന്നു. എന്താ, ആരാ മനസ്സിലായില്ല? ഷാജിക്ക പറഞ്ഞായിരുന്നു ഇട്ടൊക്കെ വയ്യാന്നുള്ള കാര്യം. ഇന്നലെ ഞങ്ങള് പോയി ഒരു പെണ്ണ് കണ്ടായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാർക്ക് പയ്യനെയൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് ഈ ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് പറയാനായിട്ട് ഞാൻ ഷാജിക്കയെ കിടന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അതായത് ഇറക്കി ഓടി ഇങ്ങോട്ട് വന്നു. ഒരു കാര്യം ചെയ്യും, വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ വിളിച്ചെന്ന്. എന്നെ തിരിച്ചു വിളിക്കാൻ പറയട്ടാ. അതെ, ഒന്ന് നിന്നേ. ആർക്കാ പെണ്ണ് കണ്ടത്? ഷാജിക്കാക്ക്. എന്താ? ഒന്നുമില്ല. എന്താ? ഒന്ന് എണ്ണിച്ച് പല്ലി വെക്ക്. ഇതാണ്ട് അവിടെ അടുക്കളയിൽ ചായയൊക്കെ അനത്തി വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ചപ്പാത്തിയും ചുട്ട് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് എടുത്ത് കഴിക്ക് പോയി. എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞില്ലേ? ഞാൻ ആശുപത്രി പോകാനെപ്പോഴും വിളിച്ചാൽ അതിനും പറ്റത്തില്ല. അതാണ്ട് അവിടെ ഞാൻ തുണി കഴുകി വെളിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് എടുത്തിടണം. എനിക്ക് വയ്യ ഇനി കഴുകാൻ. എനിക്ക് വയ്യ തീരെ. ഒന്ന് എണ്ണേറി ദോശ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചമ്മന്തി അരക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് റൂട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. നീ അതെടുത്ത് കഴിക്കണം. ഉച്ചക്കത്തേക്ക് ഊണ് ഞാൻ ഒരാളെ സെറ്റ് ചെയ്യാം, അവര് കൊണ്ടുവരും. ഒന്ന് എടുത്ത് കഴിക്കണേ. എനിക്ക് തീരെ നിന്നെ ഞാൻ എപ്പോഴും ആശുപത്രി പോകാൻ വിളിക്കുന്നുണ്ടല്ലോ. ആ സിംഗിൾ ഇന്നലെ കഴിച്ച പാത്രമൊക്കെ അവിടെ കിടക്കുക. ഞാൻ രാത്രി വന്നാണ് എല്ലാം കഴുകാൻ. അതെങ്കിലും ഒന്ന് വൃത്തിയാക്കണേ. ഷാളെ ഒന്ന് എണ്ണീറി. എന്താ? ഒന്ന് എണ്ണിച്ചിരുന്നേ. നീ എന്നെ കൊണ്ട് വെളുപ്പിനെ എണ്ണിപ്പിച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞ് ചൂടുവെള്ളം ആപ്പിച്ചാന്നല്ലോ. അവിടെ ഇപ്പൊ തണുത്തിരിക്കുന്നല്ലോ. നാളുകൊണ്ട് ഇങ്ങനെ കയറി കിടക്കുക. ഞാൻ എന്തോ വേണം ഇത്? നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു നാളെ നിന്റെ വീട്ടിൽ പോയില്ലേ? എനിക്ക് ഒരടി അങ്ങോട്ട് നടക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നീ എന്തായാലും നിന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ വേണം എങ്ങനെയാലും പൊക്കി അവിടെ കൊണ്ട് വിടാം. ഞാൻ അങ്ങ് സഹിക്കുമല്ലേ, ഇത്ര നാളായി. നിങ്ങൾ പോയൊരു പെണ്ണ് കെട്ട്. കഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തിനോട് തന്നെ അവിടെ പാത്രം കഴുകണം, അവിടെ തുണി കഴുകണം. ഞാൻ എന്തോ വേണം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പോയൊരു പെണ്ണ് നോക്കും. അതെ, ഇനിയിപ്പോ ഞാൻ അതങ്ങനെ നോക്കാം. നീ അതേ നടക്കത്തുള്ളൂ. പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നു. പെണ്ണേ, ഷാളെ എണ്ണീറേ, ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ ഇവിടെ? അയ്യോ പെണ്ണേ, എന്തുവാടി ഇത്? ഇതൊക്കെ ആരാടി ഇത് ചെയ്തേ? ഞാനല്ല, പിന്നെ ആര് ചെയ്യാനാ? എന്നാ കഴിക്കുക. എനിക്ക് വയ്യാതിരുന്നല്ലേടി പെണ്ണേ? അതൊക്കെ മാറി. രാവിലെ ആയപ്പോഴത്തന്നെ എന്റെ എല്ലാ വയ്യാഴിയും മാറി. മരുന്ന് പോലും കഴിക്കാതെ ഇങ്ങനെ അങ്ങ് അസുഖം മാറുക. ആ ബാബു വിളിക്കുന്നല്ലോ. ഹലോ ഷാജിക്ക. പറവന, നീ വന്നായിരുന്നു അവിടെ? ഞാൻ രാവിലെ ഇവിടെ വന്ന് കണ്ടില്ല അവിടെ. അതിന്റേതായ മാറ്റങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാ വീട്ടില്. ഒരു 5-6 മാസം ഒരു ജോലിയും ചെയ്യാതെ മുറി കിടന്നവള് ഇതാണ്ട് ഇന്നിപ്പോ എനിക്ക് എന്തൊക്കെയാണോ ചെയ്തു വെച്ചേക്കുന്നത്. ഇതാണ്ട് നമ്മുടെ കപ്പയില്ലേ, കപ്പയുടെ ഇല വെച്ച് തോരൻ, കപ്പ, കക്കാർച്ചി, കൊഞ്ച്, എന്തൊക്കെയോ വന്നു. അയ്യോ, അപ്പൊ ഞാൻ മറ്റേടത്ത് എന്താ പറയേണ്ടത്? ഇവിടത്തെ കാര്യം ഓക്കെ ആയി. അപ്പൊ മോനൊരു കാര്യം ചെയ്യ്. മോനിപ്പോ ഈ ദുനിയാവിലുള്ള സകലരെയും പെണ്ണ് കെട്ടിക്കാൻ നടക്കുമല്ലയാ. നീ തൽക്കാലം അതിനെ കെട്ടിക്കൂടെയാടാ.